നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇത് ഒരു വാർത്തയായി മാത്രം കാണരുത്, ഇതൊരു അപേക്ഷ കൂടിയാണ്. മലയാളി യുവാവിൻ്റെ മോചനത്തിനായി സൗദി സന്നദ്ധ പ്രവർത്തകരോടും ഗവൺമെൻറ്റിനോടുമുള്ള അപേക്ഷ. സൗദിയിൽ കൊലക്കേസ് പ്രതിക്ക് കൊല്ലപ്പെട്ടയാളുടെ കുടുംബം നിരുപാധികം മാപ്പ് നൽകി. സൗദി പൗരൻ സൈഫ് അൽ ഉബൈദിയാണ് സഹോദരന്റെ ഘാതകന് മാപ്പ് നൽകിയത്. മാപ്പ് നൽകുന്നതിനു പകരം ദിയാധനമായി വാഗ്ദാനം ചെയ്ത ഭീമമായ തുക നിരസിച്ച് ദൈവിക പ്രീതിയും സ്വർഗവും കാക്ഷിച്ചാണ് സഹോദരന്റെ ഘാതകന് മാപ്പ് നൽകുന്നതെന്ന് സൈഫ് അൽ ഉബൈദി പറഞ്ഞു. ഖമീസ് മുശൈത്തും അബഹയും സൗദി അറേബ്യ മുഴുവനായും നൽകിയാലും അത് സഹോദരന്റെ ജീവന് തുല്യമാകില്ല. എന്നാൽ ഞങ്ങൾ സ്വർഗം ആഗ്രഹിക്കുന്നു, ദൈവിക പ്രീതി കാക്ഷിച്ച് പ്രതിക്ക് മാപ്പ് നൽകുന്നു എന്നാണ് സൽ ഉൽ അബൈദി പറഞ്ഞത്. പ്രതിക്ക് മാപ്പ് ലഭ്യമാക്കാൻ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ച പൗരമുഖ്യരും സുരക്ഷാ സൈനികരും കുടുംബാംഗങ്ങളും നാട്ടുകാരും അടക്കം വൻ ജനാവലി പങ്കെടുത്ത ചടങ്ങിൽ വെച്ചാണ് സഹോദരന്റെ കൊലയാളിക്ക് നിരുപാധികം മാപ്പ് നൽകുന്നതായി സൈഫുൽ ഉബൈദി പ്രഖ്യാപിച്ചത്. ഈ വാർത്ത വായിച്ചതു മുതൽ മനസ്സിലേക്ക് ഓടിയെത്തിയത് കോഴിക്കോട് സ്വദേശിയായ റഹീമിന്റെ മുഖമാണ്. ഒരു വേള ഇപ്പോൾ മോചനം കിട്ടിയത് റഹീമിന് തന്നെ എന്ന് വിശ്വസിച്ചു, സന്തോഷിച്ചു. പക്ഷേ ആ കുടുംബത്തോട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു ഇപ്പോഴും അവരെല്ലാം റഹീമിനെ കാത്തിരിക്കുകയാണെന്ന്. എന്നാൽ മോചനത്തെക്കുറിച്ചൊന്നും അവർ അറിഞ്ഞിട്ടില്ല എന്നും പറഞ്ഞു. പിന്നീട് ജിദ്ദയിലുള്ള വേണ്ടപ്പെട്ട ഒരാൾ വഴി അന്വേഷിച്ചപ്പോൾ അത് റഹീം അല്ല എന്നറിഞ്ഞു. മാത്രമല്ല ഇപ്പോൾ മോചിതനായത് ഇന്ത്യക്കാരൻ പോലുമല്ല എന്നുമാണ് അറിഞ്ഞത്. മലയാളി യുവാവിന് സൗദിയിൽ വധശിക്ഷ മോചനദ്രവ്യമായി നൽകേണ്ടത് 33 കോടി രൂപ എന്ന വാർത്ത പ്രവാസി മലയാളിയിൽ തന്നെ പങ്കുവച്ചിരുന്നു. 17 വർഷം മുൻപ് കിടപ്പ് രോഗിയായ സൗദി ബാലൻ കൊല്ലപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഡ്രൈവർ കൂടിയായ മലയാളി യുവാവ് അന്ന് കുടുങ്ങിയത്. 17 വർഷമായി റിയാദ് ജയിലിലാണ് കോഴിക്കോട് സ്വദേശിയായ റഹീം. സൗദി ബാലന്റെ കുടുംബം റഹീമിന്റെ മോചനത്തിന് ആവശ്യപ്പെടുന്നത് 15 ദശലക്ഷം റിയാലാണ്, അതായത് 33 കോടി രൂപ. ഇത് ആ കുടുംബത്തിന്റെ കൈപ്പിടിക്ക് എത്താത്തതാണ്. അന്തിമവിധി വരുന്നതിന് മുൻപ് പണം നൽകിയാൽ മാത്രം മാപ്പ് നൽകാമെന്നും അല്ലെങ്കിൽ കോടതി വിധി അനുസരിച്ച് ശിക്ഷ സ്വീകരിക്കേണ്ടി വരുമെന്നും കേസിൽ ഇടപെടുന്ന സാമൂഹിക പ്രവർത്തകനും റഹീമിന്റെ നാട്ടുകാരനുമായ അഷ്റഫ് വേങ്ങോട്ടിനെ കുടുംബം അറിയിച്ചതായാണ് റിപ്പോർട്ട്. വിധി അനുസരിച്ച് ശിക്ഷ സ്വീകരിക്കേണ്ടി വരുമെന്നും കേസിൽ ഇടപെടുന്ന സാമൂഹിക പ്രവർത്തനം റഹീമിന്റെ നാട്ടുകാരനുമായ അഷ്റഫ് വേങ്ങോട്ടിലും പറഞ്ഞിരുന്നു. കോഴിക്കോട് ജില്ലയിലെ ഫറോക്ക് മുനിസിപ്പാലിറ്റിയിലെ കോടമ്പുഴ മച്ചിലകത്ത് പീഡിയക്കൽ വീട്ടിൽ പരേതനായ മുല്ല മുഹമ്മദ് കുട്ടിയുടെ മകൻ അബ്ദുറഹീമിനെയാണ് സൗദി പൗരന്റെ മകൻ അനസ് അൽ ഷഹ്രി കൊല്ലപ്പെട്ട കേസിൽ സൗദി കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത്. കേസ് ഇപ്പോൾ അപ്പീൽ കോടതിയുടെ പരിഗണനയിലാണ്. 2006 നവംബർ 28-ന് 26-ാമത്തെ വയസ്സിലാണ് അബ്ദുറഹീം ഹൗസ് ഡ്രൈവർ വിസയിൽ റിയാദിൽ എത്തുന്നത്. സ്പോൺസർ ഫായിസ് അബ്ദുള്ള അബ്ദുറഹ്മാൻ അൽ ഷഹ്രിയുടെ മകൻ ഫായിസിനെ പരിചരിക്കലായിരുന്നു പ്രധാന ജോലി. തലയ്ക്ക് താഴെ യാതൊരു ചലനശേഷിയും ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു അനസ്. ഭക്ഷണവും വെള്ളവും എല്ലാം നൽകിയിരുന്നത് കഴുത്തിൽ പ്രത്യേകമായി ഘടിപ്പിച്ച ഉപകരണം വഴിയായിരുന്നു. എപ്പോഴും പ്രകോപിതനാകുമായിരുന്ന അനസിനെ പരിചരിക്കുന്നതിലെ പ്രയാസവും ഭയവും റഹീം ജോലിക്ക് കയറിയ അവസരത്തിൽ വീട്ടിൽ വിളിച്ച് അറിയിച്ചിരുന്നു. തന്റെ കഴിവിന്റെ പരമാവധി റഹീം അനസിനെ പരിചരിച്ചു. ഇടയ്ക്കിടെ വീൽചെയറിൽ പുറത്തും മാർക്കറ്റിലും കൊണ്ടുപോവുകയും ആവശ്യമായ സാധനങ്ങൾ വാങ്ങിച്ച് തിരിച്ചു വീട്ടിൽ കൊണ്ടുവരികയും ചെയ്തിരുന്നു. 2006 ഡിസംബർ 24-നാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. അനസിനെയും കൂട്ടി പതിവ് പോലെ റഹീം GMC വാനിൽ റിയാദ് ഷിഫയിലെ വീട്ടിൽ നിന്ന് അസീസിയിലെ പാണ്ട ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ സുവൈദിയിലെ ട്രാഫിക് സിഗ്നലിൽ പ്രകോപനമൊന്നുമില്ലാതെ വഴക്കിടുകയായിരുന്നു കുട്ടി. ട്രാഫിക് സിഗ്നൽ കട്ട് ചെയ്ത് പോകാൻ അനസ് ബഹളം വെച്ചു. നിയമലംഘനം നടത്താൻ ആവില്ലെന്ന് ആവർത്തിച്ചു പറഞ്ഞ അബ്ദുറഹീം വാഹനവുമായി അടുത്ത സിഗ്നലിൽ എത്തിയപ്പോൾ അനസ് വീണ്ടും ബഹളം വയ്ക്കാൻ തുടങ്ങി. പിൻസീറ്റിലായിരുന്ന കുട്ടിയെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ പിന്നോട്ട് തിരിഞ്ഞപ്പോൾ റഹീമിന്റെ മുഖത്തേക്ക് അനസ് പലതവണ തുപ്പി. കണ്ണിലായപ്പോൾ അത് തടയാനായി ശ്രമിച്ച അബ്ദുറഹീമാന്റെ കൈ അബദ്ധത്തിൽ അനസിന്റെ കഴുത്തിൽ ഘടിപ്പിച്ച ഉപകരണത്തിൽ തട്ടി. ഭക്ഷണവും വെള്ളവും നൽകാനായി ഘടിപ്പിച്ചിരുന്ന ഉപകരണത്തിലാണ് കൈ പതിച്ചത്. പിന്നീട് കുട്ടി ബോധരഹിതനാവുകയായിരുന്നു. പിന്നീട് യാത്ര തുടർന്ന റഹീം അനസിന്റെ ബഹളമൊന്നും കേൾക്കാതായപ്പോൾ എന്തോ പന്തികേട് തോന്നി പരിശോധിച്ചപ്പോഴാണ് കുട്ടി ചലനമറ്റു കിടക്കുന്നത് കണ്ടത്. ഉടൻ മാതൃ സഹോദരപുത്രൻ കോഴിക്കോട് നല്ലളം സ്വദേശി മുഹമ്മദ് നസീറിനെ വിളിച്ചു വരുത്തി. അവർ രണ്ടുപേരും ആലോചിച്ച് ഒരു തിരക്കഥയുണ്ടാക്കി. അവിടെയാണ് പിഴച്ചത്.
പണം തട്ടാൻ വന്ന കൊള്ളക്കാർ റഹീമിനെ കാറിൽ ബന്ദിയാക്കി അനസിനെ ആക്രമിച്ചു എന്നൊരു കെട്ടുകഥ അവർ ഉണ്ടാക്കി. ഇതിനു പകരം സത്യം പറഞ്ഞിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഈ 17 വർഷം റഹീമിന് ജയിലിൽ കടക്കേണ്ടി വരില്ലായിരുന്നു. ഇതിനെ തുടർന്ന് നസീർ റഹീമിനെ സീറ്റിൽ കെട്ടിയിട്ടിട്ടാണ് പോലീസിൽ വിവരം അറിയിക്കുന്നത്. പോലീസ് എത്തി റഹീമിനെയും ചോദ്യം ചെയ്യലിന് ശേഷം നസീറിനെയും കസ്റ്റഡിയിലെടുത്തു. കേസ് വഴിതിരിച്ചുവിടാൻ ശ്രമിച്ചതാണ് ഇരുവർക്കും വിനയായത്. നസീർ 10 വർഷത്തിന് ശേഷം ജാമ്യത്തിൽ ഇറങ്ങിയിരുന്നു. റഹീം വധശിക്ഷ കാത്ത് ഇപ്പോഴും അൽഹായിർ ജയിലിലാണ്. വിവിധ ഘട്ടങ്ങളിലായി 3 പ്രാവശ്യം കോടതി വധശിക്ഷ വിധിച്ചു. ആ വിധി ഇപ്പോഴും നിലനിൽക്കുകയാണ്. റിയാദിലെ വിവിധ സാമൂഹിക സംഘടനാ പ്രതിനിധികൾ ഉൾപ്പെട്ട നിയമസഹായ സമിതി രൂപീകരിച്ചു റഹീമിന്റെ മോചനത്തിനായി പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ മോചനം ഇതുവരെയും ആയിട്ടില്ല. ആ കുടുംബം ഇപ്പോഴും കണ്ണീരോടെ റഹീമിനെ കാത്തിരിക്കുകയാണ്. ഇക്കാലയളവിനുള്ളിൽ 3 സൗദി അഭിഭാഷകരെയാണ് സമിതി നിയോഗിച്ചത്. അലി മിസ്വർ, അബു ഫൈസൽ എന്നിവരെയായിരുന്നു ആദ്യം ചുമതലപ്പെടുത്തിയത്. ഇപ്പോൾ അലി ഖഹ്താനിയാണ് അഭിഭാഷകൻ. സൗദി ഭരണാധികാരിക്ക് ദയാഹർജിയും നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ എംബസി പ്രതിനിധികളും റഹീമിന്റെ മോചനത്തിന് പല ഇടപെടലുകളും നടത്തുന്നുണ്ട്. ഇതിൽ കേന്ദ്ര സർക്കാരും കേരളം സർക്കാരും കൂടുതൽ ഇടപെടൽ നടത്തിയാൽ മാത്രമേ റഹീമിന്റെ മോചനം സാധ്യമാവുകയുള്ളൂ. അറിഞ്ഞോ അറിയാതെയോ ഒരാളുടെ ജീവൻ എടുക്കുന്നത് തെറ്റ് തന്നെയാണ്. പക്ഷേ അറിയാതെ പറ്റിപ്പോയ ഒരു കയ്യബദ്ധത്തിനുള്ള ശിക്ഷ കഴിഞ്ഞ 17 വർഷമായി റഹീം അനുഭവിച്ചു കഴിഞ്ഞു. ഇനി ഒരു മോചനത്തിന് സർക്കാരും സന്നദ്ധ പ്രവർത്തകരും കൂടുതൽ ഇടപെടലുകൾ നടത്തിയേ തീരൂ. ഈ വാർത്ത കാണുന്നവരിൽ സൗദി നിവാസികളോ അവരുടെ ബന്ധുക്കളോ സന്നദ്ധ പ്രവർത്തകരോ ഉണ്ടെങ്കിൽ റഹീമിന്റെ മോചനത്തിനായി നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യൂ. ഈ കാര്യം സൗദി സർക്കാരിൽ ബന്ധപ്പെട്ട വകുപ്പിൽ എത്തിക്കാൻ ശ്രമിക്കൂ. കൂടുതൽ വാർത്തകൾക്കായി പ്രവാസി മലയാളി സബ്സ്ക്രൈബ് ചെയ്യൂ.